ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലെ കൽമണ്ഡപത്തിൽ മാംസാഹാരം വെച്ച് വിളമ്പാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവാദം നൽകിയ നഗരസഭാ ഭരണസമിതിക്കെതിരെ ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ധർണ നടത്തുകയാണ്. നഗരസഭയ്ക്ക് മുന്നിൽ സന്ദീപ് തമ്പാനൂർ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. അതിലേക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും മറ്റ് ഭരണസിരാ കേന്ദ്രങ്ങളുടെ മുന്നിലും ഈ സമരം ആളിക്കത്തിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകരുത് എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. നമുക്കറിയാം, ഇന്ന് ശംഖുമുഖം ബീച്ചിലെത്തുന്ന എല്ലാ പേർക്കും രണ്ട് കൽമണ്ഡപങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഈ രണ്ട് കൽമണ്ഡപങ്ങളും ഇതേ ആവശ്യത്തിന് ഇവിടെ മുന്ന് കേരളം ഭരിച്ചിരുന്ന, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഇതേ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്കറിയേണ്ടത്, ഈ ഇടതുവശത്തുള്ള നമുക്കറിയാം ഇന്നവിടെ വാഹന പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വൃത്തികേടായി കിടക്കുന്ന മറ്റൊരു മണ്ഡപമുണ്ട്. പക്ഷെ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി ആ മണ്ഡപം ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ആ റോഡിന് ഇടതുവശത്തുള്ള മണ്ഡപം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഇപ്പോൾ ഈ വിവാദമായിട്ടുള്ള ഈ കൽമണ്ഡപമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ ഐതിഹ്യങ്ങൾ പലതായി നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ പുതിയ, അതായത് ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ വിവാദമായ കൽമണ്ഡപം ഈ ആറാട്ടിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയത്. നമുക്കറിയാം, ആ മണ്ഡപം അന്നത്തെ ശിരസ്തൂർ കമ്മീഷണറായിരുന്ന ശ്രീ അനന്തരാമൻ എന്ന് പറയുന്ന ആളാണ് നിർമ്മിച്ചത് എന്ന് ആ കൽമണ്ഡപത്തിൻ്റെ തൂണുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ചരിത്രപരമായി തന്നെ കൃത്യമായി ഇത് ഇന്ന ആവശ്യത്തിനാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ആ തൂണുകളിൽ തന്നെ കൊത്തിവെച്ചിരിക്കുമ്പോൾ അതിനെ ലാഘവത്തോടുകൂടി കാണുന്ന ഏതൊരാളെയും തള്ളിപ്പറയുവാൻ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്, നഗരസഭ ഇടപെട്ടില്ലെങ്കിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. നമുക്കറിയാം, ഇത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി വരുന്നുണ്ട്. ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ അവിടുത്തെ ഒരു കരുതൽ ശേഖരം, ധനശേഖരം പുറത്തു വന്നതോടുകൂടി ലോകത്തെ മുഴുവൻ ആൾക്കാരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ മൂല്യങ്ങൾ, അവിടെ ഇരിക്കുന്ന രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയൊക്കെ മൂല്യം നാളിതുവരെ തിട്ടപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. 1,00,000 കോടി കവിയും എന്നാണ് പുറത്തു വന്ന കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടുകൂടി തന്നെ ലോകത്ത് എല്ലായിടത്തും ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെയുള്ളൊരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 ദിവസം ആറാട്ട് ദിവസവും തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിട്ടുകൊണ്ട്, ആ വിമാനത്താവളം അടച്ചിട്ട് ശ്രീപത്മനാഭസ്വാമിക്ക് ആറാടുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തുമില്ലാത്ത തരത്തിലുള്ള പ്രത്യേകതയുള്ള, കാരണം ഈ നാട് ഭരിച്ചിരുന്ന മഹാരാജാവ്, ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീമാൻ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ഈ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രീപത്മനാഭദാസനായിട്ടാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അന്ന് ഇന്ത്യ ഗവൺമെൻറ്റുമായി, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം രൂപീകൃതമാകുമ്പോൾ, തിരുവിതാംകൂർ നമ്മുടെ കേരള സംസ്ഥാനവുമായി ലയിക്കുമ്പോൾ അന്ന് ഇന്ത്യ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി പ്രകാരം ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് ദിവസം ഈ വിമാനത്താവളത്തിലൂടെ കടന്നു പോകണമെന്ന ഒരു നിബന്ധനയോടുകൂടിയാണ് ആ കവനന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഏത് സർക്കാരുകൾ വന്നാലും ഇതിനെ മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. അത്രത്തോളം അതിൻ്റെ ഒരു പ്രത്യേകത, ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എടുത്തു കാണിക്കുവാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെ ഇവിടുത്തെ നഗരസഭയും സംസ്ഥാന സർക്കാരുമൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കേവലം ഇതൊരു ആറാട്ടിൻ്റെ, ഈ കൽമണ്ഡപത്തിൻ്റെ വിഷയമല്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ ഈ ക്ഷേത്രത്തോട് കാണിക്കുന്ന അപമതിപ്പും അതുപോലെ തന്നെ അവഗണനയുമൊക്കെ കണ്ടുകൊണ്ടാണ് അനന്തപുരിയിലെ ഹൈന്ദവ വിശ്വാസികൾ, ഭക്തജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്, ഏതാണ്ട് നൂറ്റാണ്ടുകളായി കഴിഞ്ഞ രാജഭരണകാലം മുതൽ നിലനിൽക്കുന്ന പോലീസ് ശ്രീപത്മനാഭസ്വാമിയുടെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നൽകിയിരുന്ന ഗാർഡ് ഓഫ് ഓണർ പിൻവലിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവുണ്ടാവുകയുണ്ടായി. പക്ഷേ അത് പൊതുസമൂഹത്തിൽ ആ ഉത്തരവ് തീരുമാനമെടുക്കുന്നതിന് മുന്നേ അത്തരമൊരു തീരുമാനമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ അതിനെ ഇപ്പോൾ ഫ്രീസറിൽ വച്ചിരിക്കുകയാണ്.
അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഇവിടുത്തെ LDF സർക്കാർ നടത്തുമ്പോൾ അതിന് കൂട്ടുപിടിക്കുന്ന ഒരു സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭ മേയറും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നഗരസഭയും ഗവൺമെൻറ്റും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഈ കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആരാണോ ഇത്തരത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുക അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം അവിടെ ഇനി ശുദ്ധിക്രിയ നടത്തിക്കൊണ്ട് മാത്രമേ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടത്തുവാൻ സാധിക്കുള്ളൂ. അതിനുള്ള ചിലവും അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. അതുപോലെ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി ആ കൽമണ്ഡപം സംരക്ഷിക്കുവാനും അതിനു വേണ്ടിയിട്ട് ആ മണ്ഡപത്തിന് ചുറ്റും കമ്പിവേലി കെട്ടിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുവാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടിൻ്റെ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിനും ഈ കൽമണ്ഡപം ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്തരവിലൂടെ ആ കൽമണ്ഡപം സംരക്ഷിക്കുവാൻ വേണ്ടി പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തുന്നു. സർക്കാർ ഇതിനൊരു ഉത്തരം പറഞ്ഞില്ല എന്നെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് സന്ദീപ് തമ്പാനൂർ പറയുന്നത്.